നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസമൊന്നുമില്ല, 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. നമ്മുടെ നമ്പർ 1 എന്നെപ്പോഴും നമ്മൾ പറയുന്ന ആരോഗ്യ മേഖല ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് അറിയാം. ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിയും വീണിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് ആരോഗ്യമന്ത്രിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഏതായാലും ഇന്നലെ വൈകുന്നേരം വരെ ആരോഗ്യമന്ത്രിക്ക് വളരെ ഗുരുതരമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിക്ക് ആരോഗ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ ഒരു സംശയം ചേച്ചി, എങ്ങനെയാണ് ഇന്നലെ വരെ വളരെ ഗുരുതരമായിട്ട് കിടന്നിരുന്ന ആരോഗ്യമന്ത്രി അവിടെ നിന്ന്, അതും റോഡ് മാർഗം ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് എന്നാണ്? എത്രയും പെട്ടെന്ന് ആരോഗ്യമന്ത്രിയെ അസുഖങ്ങളൊക്കെ മാറ്റാനുള്ള എന്തോ ഒരു മെഡിസിൻ ഡോക്ടേഴ്സ് നൽകി കാണും. അതവിടെ ഈ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന കുറെ നാടകങ്ങളും ചില അഭിമുഖങ്ങൾ, ആ അഭിമുഖത്തിൽ തന്നെ നടനേക്കാളും വലിയ ആക്ടിങ് കാഴ്ചവെക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുന്നു. ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ എന്ന് പറയും തോറും പക്ഷെ വെന്റിലേറ്ററിൽ നിന്ന് അന്ത്യശ്വാസം വലിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ആരോഗ്യ രംഗം മാത്രമല്ല, എല്ലാ മേഖലയിലും LDF സർക്കാരിന്റെ വലിയൊരു പരാജയം കാണുന്നതിന്റെ ഇടയിലാണ് ആരോഗ്യമന്ത്രിയുടെ വലിയൊരു നടന്നത്. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പണ്ട് കാലത്ത് മോണോ ആക്ട് ഒക്കെ ചെയ്ത് ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും സമ്മാനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആക്ടിങ്ങിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടി ചോദിച്ചിരിക്കുന്ന ഇതിന്റെ ഏതെങ്കിലും ആരോഗ്യമന്ത്രി ഉപദ്രവിച്ചതായിട്ടുള്ള KSU പ്രവർത്തകർ ഉപദ്രവിച്ചതായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പിംഗ് തരുന്നവർക്ക് വലിയ പാരിതോഷികം നൽകാമെന്നുള്ളതാണ്. അത്രയും പേര് വെല്ലുവിളി നടത്തിയിരിക്കുക. കാരണം അവർക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട്. കാരണം ഒരു തരത്തിലും ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് പ്രവർത്തകർ ചെന്നിട്ടില്ല. മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന 1-2 വ്യക്തികൾ, യാത്രയിൽ ഉണ്ടായിരുന്ന 1-2 വ്യക്തികളുടെ വോയിസ് ക്ലിപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം പ്രചരിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിലൊരു സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയ നാട്യമുണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ ശ്രീജിത്ത് പണിക്കരൊക്കെ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അടുത്തോട്ട് മാൻഡേറ്റ് കയറാൻ ചെന്നപ്പോൾ ഉളുക്ക് കിട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതുവരെ ഈ പറഞ്ഞതുപോലെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയോ കരിങ്കൊടി കാണിക്കും പ്രതിഷേധിക്കും എന്നല്ലാതെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലൊന്നും ബുദ്ധിമോശമൊന്നും അവർ കാണിക്കത്തില്ല. അത്രയും മന്ത്രി എന്ന് പറയുന്നത് എത്ര ഇനി നമുക്ക് ദൂരെ നിന്ന് പ്രതിഷേധിക്കാം, പക്ഷെ അടുത്തോട്ട് പോയിട്ട് അവരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഇത്രയും പൊതുമധ്യത്തിൽ ചെയ്യുമെന്ന് തോന്നില്ല. അത്തരത്തിൽ അങ്ങനെയൊക്കെ പോകത്തില്ല. അപ്പൊ അവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആരോഗ്യമന്ത്രി അപ്പൊ ഫോൺ ചെയ്യുമ്പോൾ പോലും എനിക്കിങ്ങനെ പെടലിക്ക് വയ്യ അല്ലെങ്കിൽ എന്റെ കഴുത്ത് വേദനയുണ്ട് എന്നല്ലാതെ അവിടെ മറ്റൊരാളാണ് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്താണ് ആരോഗ്യമന്ത്രിക്ക് ക്ഷതം കിട്ടി അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നാടി കിട്ടിയെന്ന്. അപ്പം ഇതുവരെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കൊരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇത്രയൊക്കെ സംഭവിച്ചു, ICUയിലോട്ട് മാറ്റുന്നു, MRI എടുക്കുന്നു, MRIയിൽ പ്രശ്നമില്ലെന്ന് വരുന്നു. പക്ഷെ ഇതുവരെ ഡോക്ടേഴ്സോ മറ്റ് ഈ സർക്കാരോ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഹെൽത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് അതിശയം. നമുക്കറിയേണ്ട കാര്യമില്ലേ, നമ്മളൊക്കെ തെരഞ്ഞെടുത്ത് വിട്ട ആരോഗ്യ മേഖലയിലെ ആരോഗ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ജനങ്ങൾ അറിയേണ്ടുന്നതായിട്ടുള്ള കാര്യമുണ്ട്. പക്ഷെ ഇതിന്റെ റിപ്പോർട്ട് പോലും പുറത്തുവിടുന്നില്ല. ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള ഉമ്മൻചാണ്ടി അടക്കമുള്ള നിരവധി പേര് ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിൽ പരിക്കേറ്റ സംഭവങ്ങളുണ്ട്. അന്നൊക്കെ പറഞ്ഞത് നാട്യമാണ്, അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും അന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നു. ഇത്തരത്തിൽ എന്താണ് ഒരു പ്രചരണം അവരുടെ LDFന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്താൽ അല്ലെ അവർക്ക് എന്തെങ്കിലും അടി കിട്ടിയാൽ അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. ഇതിപ്പോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാടകമാണ്. എന്തായാലും ഇന്ന് രാവിലെ നമ്മുടെ ആരോഗ്യമന്ത്രി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ആരും അറിയാണ്ടാണ് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക്. അത് എന്തിനാണെന്ന് വെച്ചറിയില്ല. ഇനി ആരോഗ്യമന്ത്രിയോട് വീണ ജോർജിനോട് ജനം അടക്കം മാധ്യമപ്രവർത്തകർ അടക്കം ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഈ പറയുന്നത് പോലെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളൊരു ശുഭവർത്തമാനം നമുക്ക് കേൾക്കാൻ സാധിച്ചു. ആ നാടകവും പൊളിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ നാടകങ്ങളൊക്കെ ഇപ്പൊ LDF സർക്കാരിന്റെ പൊളിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചോദിക്കുക. കാരണം
കുറച്ചുകൂടി ഒന്ന് മേന്മേറിയ നാടകങ്ങൾ അല്ലെങ്കിൽ മേന്മേറിയ രീതിയിൽ അവർ പ്രവർത്തിക്കണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇപ്പോൾ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് അവർക്ക് വേണമെങ്കിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജനസമൂഹത്തിന്റെ മധ്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു, ഞങ്ങൾ ഇന്നതാണ്, അതാണല്ലോ ഒരു സർക്കാർ, LDF സർക്കാർ എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ അത് കാണിക്കാതെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ജനങ്ങളെ ഇതാക്കുന്ന തരത്തില്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് പറ്റിയേ, ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയേ, ഇതാണ് അവരുടെ ദോഷം ഇതാണ് എന്നുള്ളത് ഉയർത്തി കാണിക്കുമ്പോൾ ജനത്തിന് അത് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്കൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാവും. പഴയ കാലമല്ല, ഇന്ന് സോഷ്യൽ മീഡിയ മുക്കിന് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്. ഇനിയിപ്പോ മാധ്യമ പ്രവർത്തകർ അവിടെ എത്തിയില്ലെങ്കിൽ പോലും മൊബൈൽ ഫോണുകൾ എടുത്ത് അപ്പോഴേ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യും പൊതുമധ്യത്തിൽ എന്ത് സംഭവിച്ചാലും. അപ്പോൾ ഇനി ആ ഒരു പഴയ കാലത്തെ ഇത്തരത്തിലുള്ള തട്ടുപൊളിത്ത നാടകങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, കാരണം എപ്പോഴും AI അടക്കമുള്ള സാങ്കേതിക വിദ്യ വളർന്നിട്ടുള്ള ഈ ഒരു സമൂഹത്തില് ജീവിക്കുമ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് പാളിപ്പോയി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തോ ജനങ്ങളുടെ ഇടയിൽ ഒരു സെന്റിമെന്റൽ ഫീലിംഗ് ഉണ്ടാകും എന്നൊക്കെ കാണിച്ചു വെച്ചിരുന്നാലേ എന്നൊക്കെ ഫീൽ ചെയ്തിരുന്ന ആരോഗ്യമന്ത്രിക്കും പിണറായി സർക്കാരിനും ഒക്കെ അബദ്ധം പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ചേച്ചി പല നമ്മുടെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പോസ്റ്റ് ഇട്ടുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഒന്ന് ഞാനൊന്ന് വായിക്കാം. കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് സാധാരണക്കാർ പറയുന്ന എല്ലാ വീഴ്ചകളും ശരിവെക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മുദ്രാവാക്യം കഴുത്തിൽ തട്ടി ഗുരുതരമായി കഴുത്തൊഴുക്കിയ വീണാ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. 5.5 മണിക്കൂറോളം വീണാ മന്ത്രിയെ പരിശോധിച്ചിട്ടും രോഗം കണ്ടെത്താനാകാതെ അവിടെ കിടത്തി MRI മെഷീൻ പോലും ഇല്ലാത്ത കാരണത്താൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. രണ്ടാമത്തത്, പരിയാരം മെഡിക്കൽ കോളേജിൽ വിശദമായി പരിശോധിച്ചിട്ടും സംഭവം എന്തോ വലിയ ഗുരുതരമാണെന്ന് മനസ്സിലായതല്ലാതെ പരിക്കൊന്നും കണ്ടുപിടിക്കാൻ അവിടെയുള്ള ഡോക്ടർമാർക്ക് സാധിച്ചിട്ടില്ല. മൂന്നാമത്തെ ഒരു കാര്യം, 2 ദിവസം ക്ഷമിച്ച മന്ത്രി ഒടുവിൽ ഇന്ന് ഡിസ്ചാർജ് സമയത്തിന് മുമ്പേ വെളുപ്പിന് 4 മണിക്ക് തന്നെ ഡിസ്ചാർജ് വാങ്ങി പോകുന്നു. ലാസ്റ്റ് ഒരു പറഞ്ഞ പോയിന്റാണ് മിന്നാരത്തിലെ ശോഭനയ്ക്ക്, മിന്നാരം എന്നുള്ള സിനിമ ഒട്ടുമിക്ക മലയാളികളും കണ്ടു കാണും. മിന്നാരത്തിലെ ശോഭനയ്ക്ക് വന്നതിന് ശേഷം ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലുള്ള വീണാ മന്ത്രിക്ക് കഴുത്തിൽ ഗുരുതര പരിക്കുണ്ടായിട്ട് ഒരു എയർ ആംബുലൻസ് പോലും ക്രമീകരിക്കാതെ റോഡിൽ കൂടി 400-ലധികം കിലോമീറ്റർ കാറിൽ തന്നെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വന്നു. സർക്കാർ ആശുപത്രിയിൽ പോയ സാക്ഷാൽ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? വെറുതെയല്ല പൈസയുള്ളവർ ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകുന്നത് എന്ന് പറഞ്ഞു. ഈ പൈസയുള്ളവർ ആരാണ് ഈ അമേരിക്കയിൽ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതായത് ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഇന്ന് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 535 കിലോമീറ്റർ ഉണ്ട്. അതായത് ഏകദേശം 13 മണിക്കൂർ കൂടുതൽ. ഇനി ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ കൂടും. ഇന്നലെ വരെ അത്രയും ഗുരുതരമാണ് എന്ന് പറഞ്ഞിരുന്ന മന്ത്രിയാണ് ഇന്ന് ഇത്രയും ദൂരം 13 മണിക്കൂർ കൂടുതൽ ഇന്ന് സഞ്ചരിച്ച് നമ്മുടെ തലസ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇന്ന് റിമാൻഡിലായിട്ടുള്ള 5 പേരാണല്ലോ ഇപ്പോൾ KSUവിൻ്റെ നേതാക്കൾ റിമാൻഡിലായിട്ടുള്ള. അതിലൊരു പയ്യൻ KSU ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ബിദുൽ ബാലൻ്റെ വീട്ടിൽ നിന്ന് ബോംബേറ് നടത്തിയിരിക്കുകയാണ്. പുലർച്ചെ 2 മണിക്കാണ് 2 പേര് ഗേറ്റിന് പുറകിൽ വന്ന് നിന്നിട്ട് ബോംബേറ് നടത്തിയിരിക്കുന്നു. ഭാഗ്യം അവരുടെ വീട്ടിൽ CCTV ഉള്ളതുകൊണ്ട് കൃഷ്ണൻ ഈ പറയുന്ന പിണറായി സർക്കാരോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരോ DYFI SFI ഒന്നും ചെയ്താൽ ഇതൊന്നും പ്രശ്നമല്ല. ഈ ബോംബൊക്കെ ചെന്ന് ഒരു ഫാമിലി ഇപ്പം ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന കുഞ്ഞു കുട്ടികളടക്കമുള്ള അല്ലെങ്കിൽ സ്ത്രീകളടക്കമുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ രോഗികളായിട്ടുള്ളവരടക്കമുള്ളവരുടെ വീട്ടിലൊക്കെ ബോംബ് ഇടുന്നതിന് കുഴപ്പമില്ല. ഈ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ച് ദൂരെ നിന്ന് ഒരു പ്രതിഷേധം നടത്തിയപ്പോൾ ഒരു ഉളുക്ക് കിട്ടിയതിനാണ് ഇത്രയും വലിയ പ്രശ്നം. പക്ഷെ തിരിച്ച് ഒരു കുടുംബമാണ് എന്താ ജീവനെ, വീണ ജോർജിന്റെ ജീവനെ പോലെ തന്നെയല്ലേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവനും ഒരേ തുല്യമായിട്ടുള്ള നീതിയല്ലേ വേണ്ടുന്നത്. അതിന് പ്രശ്നമില്ല. അത് പിണറായി സർക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദൻ മാഷോ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. ഇത് അഴിച്ചുവിട്ടേക്കുവാണ്. SFI പ്രവർത്തകരെയും DYFI പ്രവർത്തകരെയൊക്കെ അവരൊക്കെ അഴിച്ചുവിട്ടേക്കോ. ബോംബ് എറിയോ, ബോംബ് ഉണ്ടാക്കി, എത്ര പേരാണ് ബോംബ് ഉണ്ടാക്കി പൊട്ടി മരിക്കുകയും കൈയും കാലും ഒക്കെ പോയിരിക്കുന്നത്, അതിനൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ വരുന്ന ഒരു താത്വിക അവലോകനം ഗോവിന്ദൻ മാഷ് നടത്തും. എന്താണ് അത്? ഞങ്ങളുടെ പ്രവർത്തകൻ പണ്ടായിരുന്നു, ഇപ്പൊ അല്ല, അല്ലെങ്കിൽ ഇപ്പൊ ആയിരുന്നു, ഞങ്ങൾ ഇത് ഗൗനിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല താത്വിക അവലോകനങ്ങൾ നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു LDF സർക്കാരിന്റെ അധപ്പതനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും പറയുന്നത് പോലെ ഇത് അവസാനത്തെ ഒരു ഭരണമായിരിക്കുമോ എന്നുള്ളത് നമുക്കറിയാം.
ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കഴിഞ്ഞു, അവരുടെ കോട്ട കഴിഞ്ഞു. ഇനി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ കേരളത്തിലെ ജനം വെറുത്തു പോവുകയാണ്. ഒരു പക്ഷെ അവർ ചെയ്തിട്ടുള്ള നന്മകളെ പോലും പുകമറയിട്ട് അല്ലെങ്കിൽ അതിനെ പോലും മൂടത്തക്ക രീതിയിലുള്ള അന്യായങ്ങളാണ് ഇവരുടെ പുറമെ നിന്ന് വരുന്നത്. അപ്പൊ അത്തരത്തിൽ ആ ഒരു LDF സർക്കാർ അധപ്പതിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് CPI നിന്നും മാറി ചിന്തിച്ചു തുടങ്ങുന്നത്? എന്തുകൊണ്ടാണ് ഭിന്നതകൾ വരുന്ന ഇതിനകത്തുള്ള പ്രവർത്തകർക്ക് പോലും ഭിന്നത വരുന്നത്? എന്തുകൊണ്ടാണ്? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ ഇതൊന്നും ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. അപ്പൊ ഈ നടത്തുന്ന നാടകങ്ങളും തട്ടുകൂട്ടം പരിപാടികളും എല്ലാം 8 നിലയിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ കൃഷ്ണേന്ദ്രന് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ 4 മണിക്ക് വീണ ജോർജ് ഡിസ്ചാർജ് ചെയ്യുന്നു. ഒരു മന്ത്രി ആദ്യം ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, സർക്കാർ ഹോസ്പിറ്റൽ. ആരോഗ്യമന്ത്രി ഒരു പക്ഷെ ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ വീണ ജോർജ് ഒരു നാടകത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കയറിയത് നന്നായി, മെഡിക്കൽ കോളേജിലടക്കം ഒന്ന് കയറിയത് നന്നായി. അവിടുത്തെ ബുദ്ധിമുട്ടുകളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. അവിടെ ഈ പറയുന്ന കുറെ കെട്ടിടങ്ങൾ വെച്ചത് കൊണ്ടായിട്ടില്ല, കുറെ എക്യുപ്മെന്റ്സ് വാങ്ങിയത് കൊണ്ടായിട്ടില്ല, കുറെ ലാബുകൾ പണിഞ്ഞുകൊണ്ടായിട്ടില്ല. ഇതിന് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ കൂടി നിയമിക്കണം. അതിന്റെ ആ സിസ്റ്റം എന്ന് പറയുന്ന സംഗതി ഇത് ചെയ്യണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവരൊന്നും ചെയ്തില്ല. അത് അന്നത്തെ കാലം. അന്ന് ജനങ്ങളുടെ ഇത്രത്തോളം ജനങ്ങളില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം ആൾക്കാർ രോഗികളായിട്ട് വരുന്നില്ല. അന്നത്തെ സ്ഥിതിയിൽ അന്ന് അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്തു. അന്ന് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ പ്രതികരിച്ചില്ല? ഇപ്പോൾ എന്ത് പറഞ്ഞാലും വീണ ജോർജ് നിയമസഭയിലൊക്കെ എടുത്തിട്ട് പറയുന്നത് 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇത്രയുണ്ടായിരുന്നു ഞങ്ങളുടെ ഭരണകാലത്ത്. പക്ഷെ എന്നിട്ട് എവിടെയാണ് താറുമാറ് സംഭവിച്ചത് എന്നുള്ളത് ചിന്തിക്കുന്നില്ല. വീണ ജോർജ് ഓരോ തവണയും വീണ ജോർജിന്റെ ചില ഭാവങ്ങൾ നമുക്ക് കാണാം. നേരത്തെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ഭാവം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇതുമായി ബന്ധപ്പെട്ട ആ കത്രിക വിഷയവുമായിട്ട്, കത്രിക രോഗിയുടെ ഉള്ളിൽ കുടുങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് വീണ ജോർജ് എന്തായിരുന്നു പറഞ്ഞത്? അത് ഞാനല്ലല്ലോ ഡോക്ടർ ചെയ്തതിനല്ലേ എന്റെ ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള രീതി എന്റെ മണ്ടയിലാണോ വന്നു കയറേണ്ടത്? നമുക്കറിയാം പേരൂർക്കടയിൽ ഉണ്ടായ സംഭവം. അപ്പൊ അതിലെന്താണ് ഗർഭസ്ഥ ശിശു മരിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതിലെന്താണ് ആ ഡോക്ടറിന്റെ എത്രയോ തവണ പരാതിപ്പെട്ടു. അപ്പൊ ആ സിസ്റ്റം അല്ലാത്തത് കൊണ്ടല്ലേ ആ ഡോക്ടറിനെ എന്തുകൊണ്ട് അവര് ആദ്യം സസ്പെൻഡ് ചെയ്താലും ഡിസ്പെൻസ് ചെയ്തില്ല? അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ ആരോഗ്യ മേഖലയിൽ ഈ സിസ്റ്റം തകരാറാവാൻ കാരണം. കൃത്യമായിട്ട് ആ സിസ്റ്റം നന്നായിട്ട് പോയിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നല്ലോ. അപ്പൊ ആദ്യം ഒരു ഭാവം കാണിച്ചു, എന്തെങ്കിലും ഒരു അപകടം വരുമ്പോ വീണ ജോർജിന്റെ ഒരു ഭാവമുണ്ട്, കണ്ണൊക്കെ കലങ്ങിയ ഒരു ഭാവമുണ്ട്. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ താണ്ടെ ഇറങ്ങി നിൽക്കുന്നു, ഇങ്ങോട്ട് വാടാ എന്നുള്ള ഒരു മട്ടിലുള്ള ഒരു ഭാവം. ഇന്നലെ പോലും ഈ കഴിഞ്ഞ ദിവസം പോലും ഈ സംഭവം നടന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇറങ്ങി ചെല്ലുമായിരുന്നു മന്ത്രിയുടെ ആരോഗ്യം പോലും നോക്കാതാണ് ഇറങ്ങി ചെന്നത്. അപ്പൊ അത്തരത്തിൽ സ്വന്തമായിട്ട് ഉളുക്ക് കിട്ടി സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയ ഒരു മന്ത്രിയാണ്. അതിന് ആ പ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് അതിനുള്ള യാഥാസ്ഥികമായിട്ടുള്ള ക്ലിപ്പിങ്ങൾ കിട്ടണം. ഇതുവരെ കിട്ടിയിട്ടില്ല. ക്യാപ്സ്യൂളുകളായിട്ട് കുറെ ക്ലിപ്പിംഗ് വരുന്നുണ്ട്. മന്ത്രി ഇങ്ങനെ വരുമ്പോ ഒരു കറുത്ത ഷർട്ടിട്ട ആള് ഇങ്ങനെ മറന്നു. അത് ശരിക്കും വീണ ജോർജിന്റെ കൂടെ വന്ന ഗൺമാനോ എന്തോ മറ്റോ ആണ്, സെക്യൂരിറ്റി ഗാർഡിനുള്ള ആരോ ആണ്. അപ്പൊ അത് ക്യാപ്സ്യൂളുകൾ ഇറക്കി അതും കുത്തി നാമാവിശേഷമായി. അപ്പൊ ഇങ്ങനെ പല ക്യാപ്സ്യൂളുകൾ ഇവരെ രക്ഷപ്പെടുത്താൻ ഇറക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവസാനം മോഹൻലാലുമായിട്ടുള്ള ഇന്റർവ്യൂ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പൊ അതും വിഷയമായിട്ട് വന്നേ. കാരണം പണ്ട് ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ പേര് ഇത് വരും. അപ്പൊ ഈ മോഹൻലാലിന്റെ അടുത്ത് ഇരുന്ന് ചിരിച്ച് തമാശ പറഞ്ഞ് ലഘുവായിട്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് ഇടപെടുമ്പോൾ മാത്രം ഒരു വ്യത്യസ്തമായിട്ട് രീതി പോകുമ്പോ ജനങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു മറ്റുള്ള കൊട്ടാരത്തിൽ ആ ഒരു മുറിക്കകത്തിരുന്നിട്ട് കാര്യമില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ലോകത്തിലുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ഒക്കെ അവര് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നിലയിലേക്ക് മാറി. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒന്ന് ജനങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അല്ലെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഈ LDF സർക്കാരിന് ഒരു മന്ത്രി നമുക്ക് എടുത്തു പറയത്തക്ക രീതിയില്ല. ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു മന്ത്രിമാരുമില്ല. അപ്പൊ വീണ ജോർജിന്റെ ഇപ്പോഴത്തെ ഇനിയിപ്പോ ഒരു മാസം കൂടെ അല്ല ഉള്ളു. എന്നാ പിന്നെ നിന്നെയൊക്കെ വെല്ലുവിളിച്ചിട്ട് എപ്പോഴും മാധ്യമ പ്രവർത്തകരെ കുറ്റം പറയുന്നതാണ്. 1-2 മാധ്യമങ്ങളെ ടാർഗറ്റ് ചെയ്ത് കുറ്റം പറയുന്നതാണ്. എന്തിനാണ് അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇത്തരത്തിൽ മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുന്ന ആരോഗ്യമന്ത്രിയുടെ അവസ്ഥയാണ്. രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ട് മാറിയും കൊണ്ട് ഉള്ള ഡോസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നത് പോലെ ഇതൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. ഇനിയെങ്കിലും ഇപ്പൊ ഒരു മാസമുള്ളൂ, ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ അവസാന ഘട്ടത്തിലെങ്കിലും നാടകങ്ങൾ മാറ്റിവെക്കുക. നാടകങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സാധാരണക്കാര് ജനങ്ങൾ ചോദിക്കുന്നത്
എന്താ പറയാ, നമ്മളൊക്കെ ഒരു കഴുത്തുളുക്കി പോയി കഴിഞ്ഞാൽ ഇത്രയും പരിഗണന നമുക്ക് കിട്ടുമോ എന്നുള്ളത് ചേച്ചിക്ക് എന്ത് തോന്നുന്നു? നമുക്ക് കിട്ടുമോ? നമ്മളൊക്കെ ഒരു എണ്ണയൊക്കെ തേച്ച് എങ്ങനെയെങ്കിലും സുഖം പ്രാപിക്കാനും ശ്രമിക്കും. ഇത്രയും വലിയ MRI എടുക്കാനൊന്നും സാധാരണ ജനത്തിന് പോകില്ല. അവിടെ തന്നെ പാളി പോയല്ലോ. ഏതായാലും ഇനിയിപ്പോ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇവിടുത്തെ വല്ല മെഡിക്കൽ കോളേജില് മന്ത്രിനെ അവിടെ സ്പെഷ്യൽ ചികിത്സ നൽകാനാണ് സാധ്യത. കാരണം ഇനി ഒറ്റയടിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ ഇത്രയേ ഉള്ളൂ പരിക്കുന്നൊരു ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഏതായാലും ഇനിയും നമുക്ക് നാടകങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അതെ. ഏതായാലും എന്തായിരിക്കും ഇനി ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല അതുവരെയുള്ള റിപ്പോർട്ടുകൾ. കാരണം മാധ്യമങ്ങളടക്കം അറിയാതെയുള്ള വളരെ രഹസ്യമായിട്ടാണ് ആ പുലർച്ചെ ആ നേരത്തൊക്കെ അവിടെ നിന്ന് ഇറക്കിയിട്ടുള്ളത്. ഇതുവരെയായിട്ടും തലസ്ഥാനത്ത് എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ അടുത്തത് ഇനി മന്ത്രി എന്തായിരിക്കും, ഏത് ഹോസ്പിറ്റലിലോട്ടായിരിക്കും മന്ത്രി ഇനി റെഫർ ചെയ്യുക? ഇനി ഇവിടെയും ഒരു മെഡിക്കൽ യൂണിറ്റിനെ സെറ്റാക്കി വെച്ചിട്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇനി മന്ത്രിക്ക് ചികിത്സ. ഷാഫി, എനിക്ക് പെട്ടെന്ന് കൃഷ്ണേന്ദു ഓർമ്മ വരുന്ന ഒരു കാര്യം കൂടി, ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ നിന്ന് ചോര വന്നിട്ട് വരെ പറഞ്ഞ ആൾക്കാരാണ് അത് കൃത്രിമമായിട്ടുണ്ടാക്കിയ ബ്ലഡ് ആണ്. അതൊക്കെ കറക്റ്റ് നമ്മള് വീഡിയോ കാണുമായിരുന്നേ. കാരണം ആ ലാത്തി വെച്ച് അടിക്കുന്നു, ചോര അപ്പൊ തന്നെ കുറച്ച് കഴിയുമ്പോ പൊട്ടി ഒഴുകുന്നു. എന്നിട്ട് പോലും അത് വിശ്വസിക്കാത്തത് ആൾക്കാരാണ്. അതാണ്. ഏതായാലും ഇപ്പോ ഇനി ഇവിടെ എത്തിയിട്ടില്ല. അടുത്ത എന്തായിരിക്കും ഇനി മന്ത്രിയുടെ ആരോഗ്യ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടി എടുക്കുന്ന ഒരു നീക്കം? കാരണം വളരെ ഗുരുതരമായിട്ടാണല്ലോ നമ്മുടെ മന്ത്രിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.